ഈട്ടിക്കൂട്ടത്തിൽ തറവാട് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു തറവാടാണ് ഈട്ടിക്കൂട്ടത്തിൽ തറവാട്. തറവാട്ട് സ്വത്താണ് സുമതിയമ്മയ്ക്ക് കിട്ടിയ 12 ഏക്കർ വസ്തു. ആ ഈട്ടിക്കൂട്ടത്തിൽ തറവാടെന്ന് പേര് തന്നെ വന്നത് തന്നെ ആ തറവാടിൽ ഈട്ടികൾ ഒരു 5-6 നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈട്ടിക്കൂട്ടത്തിൽ തറവാടെന്ന് ആ സുമതിയമ്മയുടെ വീടിന് പേര് വന്നത്. സുമതിയമ്മയുടെ അച്ഛനും അമ്മയും കൊടുത്ത കുടുംബത്തിൻ്റെ വീതമാണ് 12 ഏക്കർ വസ്തു. സുമതിയമ്മയെ വിവാഹം കഴിച്ചത് ഒരു ശേഖരൻ പിള്ളയാണ്. ഈ ശേഖരൻ പിള്ള കുറച്ചു കാലം ഈ സുമതിയമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. ശേഖരപിള്ള സുമതിയമ്മയുടെ കൂടെ ദത്ത് കയറിയതാണ്. അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. പലപ്പോഴും സുമതിയമ്മയും ഈ ശേഖരപിള്ളയും കൂടെ യോജിച്ചു പോകാൻ വയ്യാത്ത ഒരു രീതിയായിരുന്നു. കാരണം മിക്കവാറും മദ്യപിച്ച് കയറി വരുമ്പോൾ ഈ സുമതിയമ്മയായിട്ട് വഴക്കുണ്ടാക്കുകയും ബഹളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് ഈ സുമതിയമ്മയും ശേഖരപിള്ളയും തങ്ങളിൽ അങ്ങ് പിരിഞ്ഞു. കാരണം ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് നിൽക്കുവാൻ സുമതിയമ്മയെ കൊണ്ടൊക്കത്തില്ല, ഭാര്യ താൻ പറഞ്ഞത് കേൾക്കത്തില്ലെന്നുള്ളതായ ആ ഒരു ധാരണ ശേഖരപിള്ളയ്ക്ക്. അങ്ങനെ വന്നപ്പോൾ രണ്ടുപേർക്കും തങ്ങൾ ഇഷ്ടക്കേടായി. അങ്ങനെ ശേഖരപിള്ള അവിടുന്ന് പോയി. പിന്നെ ഈ സുമതിയമ്മയുടെ മകൻ ഉണ്ണികൃഷ്ണനും മാത്രമാണ്. ഈ ശേഖരപിള്ള പോയ ആ കാലത്ത് ഈ ഉണ്ണികൃഷ്ണന് 7 വയസ്സേ ഉള്ളൂ. പിന്നെ സുമതിയമ്മ ഈ ഉണ്ണികൃഷ്ണനെ വളർത്തി. അമ്മയും മകനും മാത്രമാണ്. വസ്തുവിൽ ആദായമുണ്ട്, മറ്റുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ശേഖരപിള്ള വന്നു. ലോഹിയൊക്കെ പറഞ്ഞ് വീണ്ടും അടുത്തുകൂടി. തൻ്റെ മകൻ്റെ അച്ഛനുണ്ടല്ലോ, എന്നാൽ കൂടെ നിൽക്കട്ടെന്നുള്ള ധാരണയെ കൂടെ സുമതിയമ്മയും സ്നേഹത്തോടൊക്കെ പെരുമാറി. അങ്ങനെ വീണ്ടും സുമതിയമ്മയും ശേഖരപിള്ളയും ഒന്നിച്ചുള്ള ജീവിതം ആരംഭിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ശേഖരപിള്ളയുടെ സ്വഭാവങ്ങൾ പഴയ പോലെ തന്നെയായി. സ്വത്തിലാണ് നോട്ടം. അതെങ്ങനെയും കൈവശപ്പെടുത്തിക്കൊണ്ട് അതേക്കുറിച്ച് തനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ആ രീതിയിൽ കൂടെ സുമതിയമ്മയോട് സ്നേഹമായിട്ടൊക്കെ പെരുമാറി. ഈ ശേഖരപിള്ളയുടെ സ്വഭാവം സുമതിയമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ട് വീണ്ടും ആ മനുഷ്യനോട് വെറുപ്പായി സുമതിയമ്മയ്ക്ക്. പലപ്പോഴും ഇതേ ചൊല്ലി വീട്ടിൽ ബഹളമുണ്ടാക്കി വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സുമതിയമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സ്വത്തിലാണ് നിങ്ങളെ കാണണം, എന്നെയോ എൻ്റെ മകനെയോ സ്നേഹിക്കുകയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കൂ. അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളായി. വീണ്ടും ആ മനുഷ്യൻ അവിടെ നിന്ന് പോയി. പിന്നെ ആ മനുഷ്യൻ ആ വീട്ടിലോട്ട് തിരിച്ചു വന്നില്ല. ഈ സുമതിയമ്മയും മകനും കൂടെ വീണ്ടും ആ വീട്ടിലെ ആദായം കൊണ്ടാണ് അവരെ ജീവിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണന് പ്രായമായി. അവനെ സ്കൂളിൽ പോയി തുടങ്ങി. അവന് പഠിക്കാൻ സാമാന്യം മിടുക്കനാണ്. കൂടുതൽ ആരോടെയും സംസാരിക്കുകയോ ആരുമായിട്ടുള്ള കൂട്ടുകെട്ടോ കാര്യങ്ങളൊന്നും ഈ മകനില്ല. സുമതിയമ്മയും പ്രായമായി വരികയാണ്. മകൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് അമ്മ ജീവിക്കുന്നത്. പറമ്പിൽ ആവശ്യത്തിനുള്ള ആദായങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. നെല്ല് കിട്ടാനുണ്ട്. തന്നെയല്ല വീട്ടിൽ ജോലിക്കാരൊക്കെയുണ്ട്. ഒന്നിനൊരു കുറവുമില്ല. സുമതിയമ്മയെ അങ്ങനെ കൂടുതൽ ആരോടെയും ഇടപഴകാനോ കൂടുതൽ അവരുമായിട്ടുള്ള ആ അടുപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. തങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി സുമതിയമ്മ ജീവിക്കുകയാണ്. അപ്പം മകൻ്റെ ഈ പഠനം, അത് മകനെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം സുമതിയമ്മയ്ക്കുണ്ട്. എന്നാൽ പെട്ടെന്നാണ് സുമതിക്ക് ഒരു അസുഖമുണ്ടായത്. കുറച്ച് നാൾ സുമതിയമ്മ ആ രോഗത്തിൽ ഒരു അസ്വസ്ഥയാൽ വീട്ടിൽ കിടന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സുമതിയമ്മ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി, മരിച്ചുപോയി. പിന്നെ മകൻ തനിച്ചായി. പിന്നെ മകൻ്റെ ഇഷ്ടത്തിനുള്ള ജീവിതമായി. പഠനമൊക്കെ നിർത്തി. അല്പം മദ്യപാനങ്ങളും കാര്യങ്ങളൊക്കെ മകനായി. അതിന് തൊട്ടടുത്ത ഒരാളുണ്ട്, ഒരു മുതലാളി. ആ മുതലാളിക്ക് ഇവൻ്റെ സ്വത്തിൽ അല്പം കണ്ണുണ്ടായിരുന്നു. ഇത്രയും വസ്തുവുള്ളതല്ലേ. ഇവനെ വിളിച്ച്
ഉണ്ണികൃഷ്ണനുമായിട്ട് ചെറിയ അടുപ്പം ആ മനുഷ്യനുണ്ടായി. ആ മനുഷ്യനെ നോട്ടവും ഈ സ്വത്തിലാണ്, എങ്ങനെയും ഇത് കൈവശപ്പെടുത്തുക. അങ്ങനെ ഈ ഉണ്ണികൃഷ്ണനെ മദ്യപിക്കാൻ കാശില്ലാത്തപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് ചെല്ലും, അയാൾ കാശ് കൊടുക്കും. അങ്ങനെ വന്ന് കുറച്ച് ആ വസ്തുക്കളെ കുറച്ച് എഴുതി വാങ്ങിക്കുവാൻ വേണ്ടി തുടങ്ങി. ചുരുക്കം പറയണ്ട, ഇന്ന് ആ വസ്തുക്കളൊന്നും ഉണ്ണികൃഷ്ണനില്ല. അത് വിറ്റ് തൊലച്ച് കളഞ്ഞു, അങ്ങനെ തന്നെ പറയാം, വിറ്റ് മുടിച്ചു കളഞ്ഞു. മദ്യത്തിനും പെണ്ണിനും വേണ്ടി ഉണ്ണികൃഷ്ണൻ ആ ഉണ്ടായിരുന്ന ഭൂസ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് ഉണ്ണികൃഷ്ണനെ ഒരു സെൻറ്റ് ഭൂമി പോലും ഉണ്ണികൃഷ്ണനില്ല. മദ്യപാനത്തിന് അടിമയായ ആ ഉണ്ണികൃഷ്ണൻ മണ്ണും പെണ്ണും മദ്യവും പെണ്ണും, ഇതാണ് ഉണ്ണികൃഷ്ണന്. കാശ് കയ്യില്ലാത്തപ്പം കുറച്ച് വസ്തുക്കൾ എഴുതി കൊടുത്ത കാശുമായിട്ട് ഇങ്ങനെ ഉല്ലാസ ജീവിതങ്ങളും കൂട്ടുകാരത്തുള്ള മദ്യപാനങ്ങളും ഒക്കെയും പിന്നെ തുടങ്ങി. എന്നാൽ ഉണ്ണികൃഷ്ണൻ ഇന്നെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. ഈ അടുത്തുള്ള മനുഷ്യൻ അതെല്ലാം കൈവശപ്പെടുത്തി അപഹരിച്ചു. ഇന്ന് ആ മനുഷ്യനുമില്ല. ആ മനുഷ്യൻ ഇന്ന് പോയിട്ട് വർഷങ്ങളായി, എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മളൊന്ന് ചിന്തിക്കണം, മറ്റുള്ളവരെ നമ്മൾ അപഹരിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് വരും. ഇന്ന് ഈ മനുഷ്യൻ്റെയും ഈ ഉണ്ണികൃഷ്ണൻ്റെ സ്വത്തുകൾ അപഹരിച്ചെടുത്ത ഈ മനുഷ്യൻ്റെയും തലമുറ വന്നപ്പോൾ, അല്ലെ അവരുടെ മക്കൾ വന്നപ്പോൾ, അവരൊരു നാശത്തിൻ്റെ വക്കിലേക്കാണ് ഇന്ന് കടന്നു പോകുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ്റെ വസ്തു അപഹരിച്ചെടുത്ത ആ മനുഷ്യനെ എവിടെയാണെന്ന് പോലും നാട്ടിൽ ആർക്കും അറിയത്തില്ല. അയക്കുകൊണ്ട് മക്കൾ, ആ മക്കളൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അവരുടെ ജീവിതമേ ആകെപ്പാടെ താറുമാറായി. ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ നിന്ന് അവരാകെപ്പാടെ നട്ടം തിരിയുകയാണ്. ഉണ്ണികൃഷ്ണന് ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. കുറച്ച് നാൾ ഈ വഴിയിൽ കൂടി അലറച്ച് വിളിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ഇന്ന് ആ മനുഷ്യൻ എവിടെയാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആർക്കെങ്കിലും ദോഷം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മുടെ മക്കൾ അനുഭവിക്കും. ഈ കഥ വെറൊരു കഥയല്ല, ഇത് നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു 5 പൈസയ്ക്കുള്ള സാധനം പോലും നമ്മൾ അപഹരിച്ചെടുക്കരുത്. അപഹരിച്ചെടുത്താൽ നമ്മുടെ കുടുംബം മുടിഞ്ഞു പോകും.